മധുരയിലെ കാറ്റും മോളും മീറപ്പെണ്ണിൻ കഥ പാടാൻ മധുരാപുരി താണ്ടി വന്നേ ചിന്നക്കുറത്തി, അയ്യ ചിന്നക്കുറത്തി. മധുരാപുരിയിലെ മന്നവന്റെ റാണി അരുന്ധതി ദേവി കണ്ണിമ വെട്ടുമ്പോൾ കാര്യം ഗ്രഹിക്കുന്ന ദാസിക്കു നാമം മീര. റാണിയും ദാസിയും കളിച്ചിരി പറഞ്ഞും റാണിയും ദാസിയും തൊടിപ്പറിഞ്ഞും നോവേറ്റു പെറ്റതോരേ ദിവസം. ഉണ്ണികൾ രണ്ടു പിറന്നൊരാവിൽ നിദ്രാവിഹീനനാ മന്ത്രി. മധുരത നരജനെ ആരോരും അറിയാതെ അധികാരമോഹത്താൽ വധിച്ചു. നെറ്റിപോലെ സിംഹാസനം അനാഥമായി സർവം തകർന്ന റാണി തൻ പുത്രനെ നെഞ്ചോടു ചേർത്തൊന്നു തേങ്ങി. സാമീപ്യമായി സാന്ത്വനമായി സേവ ചെയ്യുന്നു മീര. മധുരാധിപനുടെ സിംഹാസനത്തിൽ മതിച്ചിരുന്നു മന്ത്രി. രാജപുത്രൻ യോഗ്യനാകുവോളം രാജ്യമീ നീജൻ ഭരിക്കുമത്രേ. കാവലാളുകൾ ശബ്ദം താഴ്ത്തി ചൊല്ലും ചതി കേട്ട് കാതുപൊത്തി നിന്നു മീര. മധുരാധിപനെ വധിച്ച പോലെ മധുരാധിപനുടെ മകനെ ഇന്നിരുളിൻ മറവിൽ കണ്ടം തുണ്ടമായി വെട്ടിയരിയേണം. സിംഹാസനം സ്ഥിരമായി മന്ത്രിക്കേണം. ആരോടു പറയാൻ എങ്ങനെ പറയാൻ ഏതുവിധം ചതി തടുക്കാൻ. ഒന്നുമറിയാത്ത ദാസി പെണ്ണവൾ ആരോരുമറിയാതെ ചെയ്ത ത്യാഗം, ഒരു പെണ്ണും ചെയ്യാത്ത ത്യാഗം. ഉറങ്ങുന്ന രാജപുത്രനെ മാറ്റിതാൻ നൊന്തു പ്രസവിച്ച എൻ പൊൻകുടത്തെ റാണി തന്നരികിൽ കിടത്തി. നെറ്റിയിൽ യാത്രാ മൊഴി പോലെ ഉമ്മ നൽകി. രാജപുത്രനെ മാറോടണച്ച് തിരിഞ്ഞൊന്നു നോക്കാതെ ഇറങ്ങി. പിറ്റേന്ന് റാണി തന്നരികിൽ ചോരയിൽ കുതിർന്ന മാംസപിണ്ഡം മീരതൻ പൊന്നോമന. രാജകുമാരനെ തിരികെ നൽകി മകനുടെ രക്തത്തെ സാക്ഷിയാക്കി മന്ത്രിതൻ ചതി ചൊല്ലി മീര. മീരയെ തൊഴുതു നിന്നു ഒരു രാജ്യം മുഴുവൻ. ഒന്നും കണ്ടില്ല മീര. ഓമനപുത്രന് അമ്മിഞ്ഞയേകാൻ ജീവനുപേക്ഷിച്ചു പോയി മീര. മീര നീ തന്നെ സ്നേഹം, നീ തന്നെ ത്യാഗം, നീ തന്നെ സ്ത്രീ കുലരത്നം, നീ തന്നെ സ്ത്രീ കുലരത്നം. ശ്രദ്ധിക്കുക, നാടോടി നൃത്ത മത്സരം കഴിഞ്ഞ മത്സരാർത്ഥികൾ പാർട്ടിസിപ്പൻസ് കാർഡ് തിരികെ വാങ്ങിയിട്ടില്ല എങ്കിൽ